Hello, my dear students, and welcome back to KT Online Study App. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? ലോ പാസ് ഫിൽറ്ററിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റെസ്പോൺസും ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ് ടു സ്റ്റെപ്പ് റെസ്പോൺസുമാണ് ഇവിടെ പഠിച്ചു നിർത്തിയത് അല്ലെ. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് എന്താണ് റൈസ് ടൈം എന്നാണ്. ഓക്കെ, വാട്ട് ഇസ് കോൾഡ് ആസ് റൈസ് ടൈം? ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ അവർക്ക് ചോദിക്കാൻ പറ്റും. അതായത് തിയററ്റിക്കലി ചോദിക്കുകയാണെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ. ദിസ് ഇസ് ക്വസ്റ്റൻ നമ്പർ 1. ഓക്കെ, ഞാൻ പ്രീവിയസ്ലി കഴിഞ്ഞ ലെക്ചറിലും കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Derive the expression for the rise time of a low pass filter, low pass circuit, and show how it is related to the 3 dB frequency. അതായത് നമ്മുടെ ലോ പാസ് ഫിൽറ്ററിന്റെ റൈസ് ടൈമിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഡിറൈവ് ചെയ്തിട്ട് ആ റൈസ് ടൈമും നമ്മുടെ 3 dB എന്ന് പറയുന്ന -3 dB അല്ലെ 3 dB എന്ന് പറയുന്ന നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് റിലേഷൻഷിപ്പ് എന്താണ്? സോ റൈസ് ടൈം എന്താണ്? ആൻഡ് നമുക്ക് വേണമെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഡിഫൈൻ ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് എന്താണ്? സോ റൈസ് ടൈമും കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഇനി ഫസ്റ്റ് തിങ്, വാട്ട് ഇസ് റൈസ് ടൈം? സി, റൈസ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ഹൗ ഫാസ്റ്റ് ആൻ RC സർക്യൂട്ട് റെസ്പോൺസ് ടു എ സ്റ്റെപ്പ് ഇൻപുട്ട്. അതായത് നമ്മുടെ ഒരു ലോ പാസ് ഫിൽറ്റർ എടുക്കുകയാണ്. ഓക്കെ, LPF എടുത്തിട്ട് അതിലൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ ഈ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഗ്രാഫാണ് കിട്ടുന്നതെന്ന് നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ പറഞ്ഞു വെച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്, ആ ടൈമാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അതായത് നോക്കി, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ടേക്കൺ ഫോർ ദ ഔട്ട്പുട്ട് ടു ഇൻക്രീസ് ഫ്രം 10% to 90%. അതായത് നമ്മുടെ ഇപ്പൊ ഈ ഗ്രാഫ് നോക്കിയാൽ ഇനീഷ്യലി നമ്മുടെ നോക്കിയാൽ ഇപ്പൊ ഈ വോൾട്ടേജ് 10% ആണെന്ന് വിചാരിച്ചോ, ആൻഡ് ദിസ് ഇസ് 90% ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് 10 to 90% ഇത്രയും ആവണമെങ്കിൽ അതെടുക്കുന്ന ടൈമാണ് ഇത് ഇത്രയും. ദിസ് ഇസ് ദ റൈസ് ടൈം എന്ന് പറയുന്നത്. 10% നിന്നും 90%-ലോട്ട് പോകാനായിട്ട് അതെടുക്കുന്ന ആ ഒരു ടൈം എത്രയാണ്? ടൈം ടേക്കൺ, ദാറ്റ് ഇസ് റൈസ് ടൈം. ഓക്കെ, ആൻഡ് ദിസ് റൈസ് ടൈം വിൽ ഓബിയസ്ലി ഡിപ്പെൻഡ് അപ്പോൺ ടൈം കോൺസ്റ്റന്റ്. മനസ്സിലായി? കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ടൈം കോൺസ്റ്റന്റ് ടോ എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്ററിന്റെ ടൈമിനെ തീരുമാനിക്കുന്നത്. കപ്പാസിറ്റർ എത്ര വേഗത്തിലാണ് ചാർജ് ചെയ്യേണ്ടതും ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്നും എന്ന് തീരുമാനിക്കുന്നതാണ് ടൈം കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പൊ ടൈം കോൺസ്റ്റന്റ് കൂടിയാൽ മീനിങ് എന്താണ്? നമ്മുടെ കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അങ്ങനെ പതിയെ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ആ സർക്യൂട്ട് എന്ത് ചെയ്യും? അത് സ്ലോ ആയിട്ടേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സ്ലോ ആയിട്ടേ ഇൻക്രീസ് ചെയ്യുള്ളൂ 10 to 90%. അതുകൊണ്ട് റൈസ് ടൈം എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് കോൺസെപ്റ്റ്. റൈസ് ടൈമും ടൈം കോൺസ്റ്റന്റുമായുള്ള ബന്ധം അതാണ്. ഞാൻ അതൊരു ഫ്ലോ ചാർട്ടായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി റൈസ് ടൈമിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ സ്പീഡ് ഓഫ് RC ഫിൽറ്റേഴ്സിന് ഡിറ്റർമൈൻ ചെയ്യും, സ്വിച്ചിങ് പെർഫോമൻസിന് ഡിറ്റർമൈൻ ചെയ്യും, പൾസ് ഡിസ്റ്റോർഷൻ, സിഗ്നൽ ക്വാളിറ്റി, ബാൻഡ് വിഡ്ത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? റൈസ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ, ഇനി റൈസ് ടൈമിന്റെ ഡെറിവേഷനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് RC ലോ പാസ് ഫിൽറ്റർ അല്ലെ. ഒരു RC ലോ പാസ് ഫിൽറ്ററിന്റെ എന്താ ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരുന്നു? We know that V naught of t equal to V times 1 minus e raised to minus t by RC, where RC is the time constant. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതാം. ഇതൊരു ലോ പാസ് ഫിൽറ്ററിന്റെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇക്വേഷൻ ആണ്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ടൈം ഫോർ 10% ഔട്ട്പുട്ട്. കാരണം റൈസ് ടൈം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? 90% ടൈം ഉള്ള ടൈം മൈനസ് ടൈം അറ്റ് 10% ഓഫ് ഔട്ട്പുട്ട് ചെയ്യുമ്പോഴാണ് റൈസ് ടൈം കിട്ടുന്നത്. അപ്പൊ ആദ്യം ടൈം അറ്റ് 10% ഓഫ് ഔട്ട്പുട്ട് അല്ലെ, ഔട്ട്പുട്ട് 10% ഓഫ് ഇൻപുട്ട് എത്തുമ്പോഴുള്ള ടൈം എത്രയെന്ന് കണ്ടുപിടിക്കുക. അതിന് എന്താ ചെയ്യേണ്ടത്? ആ ടൈമിലുള്ള ഔട്ട്പുട്ട്, അതായത് 10% എത്തുമ്പോൾ, അതായത് ഇൻപുട്ട് വോൾട്ടേജിന്റെ 10% എത്തുമ്പോഴാണ് വി ഔട്ട് കിട്ടുന്നത് അല്ലെ. വി നോട്ട് ഇക്വൾ ടു 10% ഓഫ് ഇൻപുട്ട് വി ആണെങ്കിൽ ദെൻ വി നോട്ട് ഇക്വൾ ടു 10% മാറ്റുമ്പോൾ 0.1 വോൾട്ട് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ട് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാണ്? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർ ഇൻസ്റ്റെഡ് ഓഫ് വി, അപ്പൊ എന്ത് കിട്ടും? 0.1 വോൾട്ട്. വി നോട്ട് ഇക്വൾ ടു 0.1 വി എന്നല്ല കിട്ടിയത്. അപ്പൊ ഇവിടെ നോക്കിയേ, വി നോട്ട് ഇക്വൾ ടു 0.1 വി ഈക്വൽ ടു വി ടൈംസ് ബാക്കി RHS അതുപോലെ എഴുതിയാൽ ഈ വിയും നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 0.1 ഈക്വൽ ടു ഇങ്ങനെ ഡയറക്റ്റ്ലി കിട്ടില്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക്, ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ വി ഗോട്ട്.
ഇനി റീഅറേഞ്ച് ഒന്ന് ചെയ്താലോ? ഇപ്പൊ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ടേം ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ ടേം ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ 1 മൈനസ് 0.1 ഇസ് 0.9 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി സഫിക്സ് 10 ആണ്. ടി സഫിക്സ് 10 എന്താണ്? കാരണം 10%ിലുള്ള ടൈമാണ് ടി. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ ഇ റേസ് ടു സംതിങ് ഈക്വൽ ടു 9 ആണ്, 0.9 ആണ്. പക്ഷേ ഇ റേസ് ടുവിന് മേലുള്ള സാധനം എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മീനിങ് എന്താണ്? ആ ഇ റേസ് ടു എക്സ്പ്രഷൻ മാറണം. ഇ റേസ് ടു എക്സ്പ്രഷൻ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആക്ച്വലി ഞാൻ അവിടെ ലോഗരിതം എടുക്കണം. കാരണം നമുക്ക് ഈ എക്സ്പ്രഷനിൽ ഐ എം ടേക്കിംഗ് നാച്ചുറൽ ലോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോഗ്, നാച്ചുറൽ ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് T10 ബൈ ആർ സി ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് 0.9 ചെയ്താൽ മതി. അപ്പൊ ലോഗും എക്സ്പെൻഷ്യലും കൂടെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ സ്ക്വയർ റൂട്ട് സ്ക്വയർ എടുക്കുമ്പോഴാണ്, ഐ മീൻ ഇങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ എടുക്കുമ്പോൾ അത് നള്ളിഫൈ ചെയ്ത് പോവില്ലേ, അതുപോലെയാണ് ഇതും. അപ്പൊ ദിസ് വിൽ ബിക്കം minus T10 by RC equal to natural log of 0.9 is minus 0.105 ആവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ T10 will be equal to മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും? 0.105 ടൈംസ് ഈ ആർ സി ഇങ്ങോട്ട് പോകുമ്പോൾ ആർ സി എന്ന് കിട്ടും. സോ T10 equal to 0.105 ആർ സി എന്ന് കിട്ടി. ദിസ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ ദ ഔട്ട്പുട്ട് ടു റൈസ് ഫ്രം 0 to 10%. ആ ടൈമാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഈ ടൈം കൊണ്ട് ദിസ് ടൈം ഇസ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ ടൈം ഫോർ 90% ഔട്ട്പുട്ട്, അതായത് എനിക്ക് ടി 90% കണ്ടുപിടിക്കണം. അതെങ്കിൽ ചെയ്യും? ആ ടൈമിൽ വി നോട്ട് ഈക്വൽ ടു 90% ഓഫ് വി ആണെങ്കിൽ വി നോട്ട് വിൽ ബി ഈക്വൽ ടു 0.9 വി. അത് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.9 വി ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വി ക്യാൻസൽ ആവും. ആൻഡ് എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, 0.9 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1 മൈനസ് 0.9 0.1 ആവും. ഈ റേസ് ടേം ടി ടേമിനെ മാറ്റാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നാച്ചുറൽ ലോഗ് അപ്ലൈ ചെയ്താൽ മൈനസ് T90 ബൈ ആർ സി ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് 0.1 ഈക്വൽ ടു മൈനസ് 2.303 കിട്ടും. ഇത് മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്താൽ T90 ഈക്വൽ ടു 2.303 ആർ സി എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ രണ്ട് ടൈമും കിട്ടിയാൽ ബേസിക്കലി സ്റ്റെപ്പ് 4 എന്താ ചെയ്യുന്നത്? റൈസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. റൈസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതെ, ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ടി ആർ ഈക്വൽ ടു T90 മൈനസ് T10 ആണ്. ദാറ്റ് ഇസ് 2.303 ആർ സി മൈനസ് 0.105 ആർ സി ചെയ്യുമ്പോൾ 2.198 ആർ സി കിട്ടുന്നത്. സോ ടി ആർ റൈസ് ടൈം ഇസ് അപ്രോക്സിമേറ്റ്ലി 2.2 ആർ സി അപ്രോക്സിമേറ്റ്ലി എടുക്കാൻ പറ്റും. ദിസ് ഇസ് ദ ഡെറിവേഷൻ ഫോർ ദി റൈസ് ടൈം ഇൻ ദ കേസ് ഓഫ് ആർ സി ലോ പാസ് ഫിൽട്ടർ. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിലും ആക്ച്വലി വേണമെങ്കിൽ റൈസ് ടൈം പറയാം. പക്ഷെ മോർ ജനറലി നമ്മൾ എപ്പോഴും ഒരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിലാണ് നമ്മൾ ഈ റൈസ് ടൈം ഡിഫൈൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് എ ലോ പാസ് ആണ് ഔട്ട്പുട്ട് നമ്മൾ 10% 90% ഇടയ്ക്ക് ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ 0 തൊട്ട് 100 വരെ അല്ല നോക്കുന്നത്, 10 to 90. അപ്പൊ അതൊരു എറർ റിഡക്ഷൻ പോലെയാണ്. 10 to 90 ഇടയിലുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ദാറ്റ് ഇസ് എ റൈസ് ടൈം. ഓക്കെ, അപ്പൊ അത് നോക്കാൻ പറ്റുന്നത് LPF-ലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റൈസ് ടൈം കിട്ടി. ദാറ്റ് ഇസ് 2.2 ആർ സി. ഓക്കെ, മേക്ക് ദിസ് ക്ലിയർ, മേക്ക് എ നോട്ട് ഓഫ് ദിസ്. അപ്പൊ വൺസ് ദിസ് ഇസ് ക്ലിയർ ടു യു, നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമുക്ക് ഇനിയാണ് നമ്മൾ ശരിക്കും ഇത് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. പക്ഷെ ഇതിലും കൂടുതൽ അവർ ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് ദിസ് വൺ. ദാറ്റ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൈസ് ടൈം ആൻഡ് ദ 3dB ഫ്രീക്വൻസി. ഈ 3dB ഫ്രീക്വൻസിനാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് റൈസ് ടൈമിന്റെ എക്സ്പ്രഷൻ എഴുതാം 2.2 ആർ സി. സ്റ്റെപ്പ് 2 എന്താ ചെയ്തിരിക്കുന്നത്? എക്സ്പ്രഷൻ ഫോർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? 1/2π ആർ സി. അത് LPF-ലും HPF-ലും സെയിം തന്നെയാണ്. ഓക്കെ, ആൻഡ് ഈ FC എന്ന് പറയുന്നതാണ് നമ്മുടെ 3dB കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഹേർട്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഹേർട്സ്, മെഗാ ഹേർട്സ്, കിലോ ഹേർട്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എക്സ്പ്ലെയിൻ ആർ സി എന്ന് പറയുന്ന നമ്മുടെ ടൈം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി FC. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 1/2π ആർ സി. അതിൽ ഈ ആർ സി ഈക്വൽ ടു നമ്മൾ എഴുതുമ്പോൾ 1/2π FC എന്ന് കിട്ടിയില്ലേ? അതായത് ആർ സിനെ ഇൻ ടേംസ് ഓഫ് FC ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആർ സി എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മൾ എടുത്ത് ഈ എക്സ്പ്രഷൻ ഓഫ് റൈസ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ ആർ സിക്ക് വരാം. ദാറ്റ് ഇസ് ദാറ്റ് ടി ആർ വിൽ ബി ഈക്വൽ ടു നോക്കേ 2.2 ആർ സിയിൽ ടി ആർ ഈക്വൽ ടു 2.2 ടൈംസ് 1/2π FC ഇട്ടാൽ ടി ആർ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 2.2/2π FC അല്ലെ? ദാറ്റ് ഇസ്, ആൻഡ് വി ഓൾസോ നോ ദാറ്റ് 2π എന്ന് പറയുന്ന ടേം എന്താണ്?
2 pi is equivalent to 6.283 ആണ്. അപ്പൊ അതായത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 2.2 by 6.283 എന്ന് പറയുന്ന ഈ ഒരു ടേമിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 0.35 അല്ലെ? അപ്പൊ ടി ആർ വിൽ ബി ഈക്വൽ ടു എങ്ങനെ കിട്ടും? 0.35 by എഫ് സി എന്ന് കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് എഴുതിയാൽ എഫ് സി ഈക്വൽ ടു 0.35 by ടി ആർ. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് റിലേഷൻ. ഇതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൈസ് ടൈം ആൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇങ്ങനെയും പറയാം. രണ്ടും ഒരേ ഇക്വേഷൻ തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് കൊടുത്തേക്കത്തില്ല. പക്ഷെ നമ്മൾ ഇത് അനാലിസിസ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ പ്രീവിയസ് ഇയറിലേക്ക് ഇത് ഒത്തിരി ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതൊരു സൊല്യൂഷൻ ആക്കി നിങ്ങൾക്ക് കാണിച്ചതാണ്. ഓക്കെ, സോ യു വോണ്ട് പ്രോബ്ലി ഫൈൻഡ് ദിസ് ഇൻ യുവർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ അനലോഗ് സർക്യൂട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും റെഫറൻസ് ടെക്സ്റ്റ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഈ ക്യാപ്സ്യൂൾ ഫോം ഓഫ് ബുക്സ് ഒക്കെ KTLൊക്കെ പബ്ലിഷിംഗിന് അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും നോക്കി പഠിക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങൾ ജയിക്കത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം അതിൽ പകുതിയിലേറെ മിസ്റ്റേക്സ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ ഇപ്പം ക്ലാസ്സിനൊക്കെ പഠിക്കാൻ സപ്ലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇതുപോലെ ഓരോ ഇടത്തും പോയി ഇതുപോലത്തെ ക്യാപ്സ്യൂൾ ഫോം ബുക്സ് വാങ്ങിക്കാറുണ്ട്. അതുപോലെ നമുക്ക് അറിയാത്ത അൺനോൺ മെറ്റീരിയൽസും ഒത്തിരി നമുക്ക് കാണാൻ പറ്റുമല്ലോ, വീഡിയോസ് ആയാലും എങ്ങനെയായാലും. അപ്പൊ അതൊക്കെ കണ്ട് തെറ്റായ കാര്യം, അതും അനലോഗ് പോലത്തെ ഒരു സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു പൊളാരിറ്റി മാറിയാൽ എല്ലാം അങ്ങോട്ട് തെറ്റും. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പഠിച്ച് ഇവർ തന്നെ മൾട്ടിപ്പിൾ തവണ സപ്ലിഫൈ എഴുതി പിന്നെയും തെറ്റ് വരുന്നുണ്ട്. റീവാല്യൂഷൻ ചെയ്തിട്ട് ആ ആൻസർ ഷീറ്റ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഷീറ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അവരെഴുതിയ തെറ്റാണ്. അങ്ങനെ നമ്മൾ തന്നെ ക്രോസ് റെഫറൻസ് ചെയ്ത് അവർ നോക്കിയ മെറ്റീരിയൽ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിലാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ തെറ്റല്ല, ആ തന്നിരിക്കുന്ന മെറ്റീരിയൽ ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഓൾവേസ് നമ്മളൊരു ക്ലാസ് നോക്കുമ്പോൾ അതിന്റെ അതോറിറ്റി നോക്കുക. ആ എടുക്കുന്നത് ക്ലാസ്, ഇപ്പോൾ ഒരു ലെക്ചർ ക്ലാസ്, ഒരു വീഡിയോ ക്ലാസ് ആണെങ്കിൽ അത് ആരാ എടുക്കുന്നത്, അവരെന്താണ് പഠിപ്പിക്കുന്നത്, അവർ എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ബുക്ക് ആണെങ്കിലും അത് എവിടെ ആരുടെ പബ്ലിഷിംഗ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബ്ലൈൻഡായിട്ട് നമ്മൾ പഠിക്കരുത്. ഇതൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ നിൽക്കാവൂ. അതുകൊണ്ടാണ് പറയുന്നത് ബെറ്റർ നിങ്ങൾക്ക് പഠിക്കണം ടെക്സ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓതറൈസ്ഡ് ബുക്ക് യൂസ് ചെയ്യൂ. KT നിങ്ങളുടെ സിലബസ് എടുക്കുമ്പോൾ തന്നെ താഴെ ടെക്സ്റ്റ് ബുക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ സെഡ്ര ആൻഡ് സ്മിത്ത് എന്നുണ്ട് കേട്ടോ. സെഡ്ര ആൻഡ് സ്മിത്ത് ഉണ്ട്. നമ്മുടെ ഗേറ്റിനായാൽ പോലും, ഗേറ്റ് എക്സാംസ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് എല്ലാ എക്സാംസിനും നമ്മൾ പറയുന്ന ഇതാണ്, നമ്മുടെ ഒറിജിനൽ ഈ ഓതേഴ്സിന്റെ ബുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാവൂ. സെഡ്ര ആൻഡ് സ്മിത്ത് ഉണ്ട്. അതുപോലെ ബോയിൽസ്റ്റഡ് എൻ്റെ ടെക്സ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ അനലോഗ് സർക്യൂട്ടിന്റെ ഏറ്റവും നല്ല ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ വായിക്കുമ്പോൾ അത് ഇന്റർനാഷണൽ ലെവൽ ടെക്സ്റ്റ് ആണ്. ബോയിൽസ്റ്റഡ് നമുക്ക് കുറച്ചും കൂടെ ബിഗിനർ ലെവൽ ടെക്സ്റ്റ് ആണ്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് നോക്കിയിട്ടാണ് റെഫറൻസ് ചെയ്ത് എടുക്കുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് ഈ കണ്ടന്റ് തരുന്നതും എല്ലാം ബേസ്ഡ് ഓൺ ദീസ് ടെക്സ്റ്റ് ആണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് പ്രിഫർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ബെറ്റർ നിങ്ങൾ ലൈബ്രറിയിൽ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും ഈ ബുക്സ് ഒക്കെ. അത് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് നമ്മളൊരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്സ് വെച്ച് തന്നെ പഠിക്കുക. ഓൾറൈറ്റ്? ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെച്ച് വയ്ക്കുക. കാരണം ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ്. ഒരു പോയിന്റിൽ തെറ്റ് വന്നാൽ പോലും അത് റിഫ്ലക്ട് ചെയ്ത് വരും. നിങ്ങളുടേത് അല്ലാത്ത കാരണവശാൽ നമ്മൾ തെറ്റ് തന്നെ റെക്കർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു പോകും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഒത്തിരി കുട്ടികളുടെ കേസസിൽ അത് ഇപ്പോഴും ഈ ഡിജിറ്റൽ മെറ്റീരിയലൊക്കെ ഒത്തിരി അവൈലബിൾ ആയ കാലമായതുകൊണ്ട് തെറ്റ് പഠിക്കാൻ ഒത്തിരി ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കുട്ടികളുടെ അനുഭവം കണ്ടതുകൊണ്ട് പറയുന്നതാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ചൂസ് ചെയ്ത് കറക്റ്റ് മെറ്റീരിയൽ ആരാണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതെന്ന് നോക്കി വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ബാക്ക് ടു അവർ പോർഷൻ. ദിസ് ഇസ് അവർ textbook and this is the relationship between the rise time and the 3 dB frequency. Okay, ഇനി ഈ റൈസ് ടൈമും നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി തമ്മിൽ എന്താണ്? നമ്മളിപ്പോൾ കണ്ടപോലെ തന്നെ അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് വന്നേക്കുന്നത്. അതായത് TR എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി ആണ് അല്ലെ. അതായത് ഇഫ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടിയാൽ എന്ത് പറ്റും? കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടിയാൽ റൈസ് ടൈം കുറയുന്നുണ്ട്. അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുന്തോറും റൈസ് ടൈം കുറയാന്ന് വെച്ചാൽ, റൈസ് ടൈം കുറയുമ്പോൾ മീനിങ് എന്താണ്? ഒരു സിസ്റ്റമിന് 10% to 90% വരെ കൂടാൻ എടുക്കുന്ന ടൈം കുറയാണ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടുന്നതല്ലേ മീനിങ് വരുന്നേ. ഔട്ട്പുട്ട് പെട്ടെന്ന് വരികയെന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ട് പെട്ടെന്ന് റെസ്പോൺസീവ് ആവാണ്. ഇറ്റ് ബിക്കംസ് എന്താണ്? സ്പീഡ് കൂടുകയാണെന്നല്ലേ. മനസ്സിലായോ? റൈസ് ടൈം ഡിക്രീസസ്. അപ്പൊ അതുപോലെ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയാണെങ്കിൽ എന്ത് പറ്റും? റൈസ് ടൈം കൂടും. റൈസ് ടൈം കൂടുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ 10% to 90% വരെ കൂടാൻ എടുക്കുന്ന ടൈം
കൂടുക ചെയ്യുന്നത്. അപ്പൊ സർക്യൂട്ട് കുറച്ചും കൂടെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സ്ലോ ആവുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, ഇനീഷ്യലി സർക്യൂട്ട് റെസ്പോൺസ് ഫാസ്റ്റ് ആണ്, ഇപ്പൊ സർക്യൂട്ട് റെസ്പോൺസ് സ്ലോലി. ഇനി ഈ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊരു ഫ്ലോ ചാർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ദിസ് വിൽ മേക്ക് എവറിഥിങ് ക്ലിയർ ഫോർ യു. ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. സി, നമ്മള് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനമാണ് ആർ സി അല്ലെ. അത് കുറച്ചാൽ, ടൈം കോൺസ്റ്റന്റ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ആർ സി കുറയ്ക്കുമ്പോൾ ടൈം കോൺസ്റ്റന്റ് കുറയുന്നുണ്ട്. ടൈം കോൺസ്റ്റന്റ് കുറഞ്ഞാൽ പാരലലി ആരും കുറയും? റൈസ് ടൈം എന്ന് പറയുന്ന സാധനം കുറയില്ലേ? കാരണം റൈസ് ടൈം, വാട്ട് ഇസ് റൈസ് ടൈം? 2.2 RC ആണ് അല്ലെ. അപ്പൊ ആർ സി എന്ന് പറയുന്ന സാധനം കുറഞ്ഞാൽ റൈസ് ടൈം ഓബിയസ്ലി കുറയും. റൈസ് ടൈം കുറഞ്ഞാൽ വി നോ ദാറ്റ് റൈസ് ടൈം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫ് സി. അപ്പൊ റൈസ് ടൈം കുറഞ്ഞാൽ എഫ് സി എന്ത് പറ്റും? എഫ് സി കൂടും, കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടും അല്ലെ. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടിയാലോ അല്ലെങ്കിൽ റൈസ് ടൈം കുറഞ്ഞാലോ നമ്മുടെ സർക്യൂട്ട് എന്ത് പറ്റും? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ? കട്ട് ഓഫ് ഫ്രീക്വൻസി കുറഞ്ഞാലോ അല്ലെങ്കിൽ റൈസ് ടൈം കൂടിയാലോ, കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടിയാലോ അല്ലെങ്കിൽ റൈസ് ടൈം കുറഞ്ഞാലോ 10% 90% വരെ എത്തേണ്ട ടൈം എന്ത് ചെയ്യും? പെട്ടെന്ന് കുറയും, പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ഈ എൻഡർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ തമ്മിലുള്ള റിലേഷൻഷിപ്സ് മനസ്സിലായോ? ഈ ആർ സി എന്താണ്, ടൈം കോൺസ്റ്റന്റ്, റൈസ് ടൈം, കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഐ ഹോപ്പ് ദിസ്, ഈ കാണിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട്, ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്പ് യു. ഓക്കെ, ബിക്കോസ് ഇത് നോക്കിയാൽ, ഇതൊന്ന് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ ഒരു കഥ പോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അത് പോവില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല, മനസ്സിലാക്കി തന്നെ ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ എന്താ ചെയ്തത്? വി ആക്ച്വലി ലേൺഡ് അബൌട്ട് ദ ലോ പാസ് ഫിൽട്ടർ ആൻഡ് ദെൻ വി ലേൺ അബൌട്ട് ദ റൈസ് ടൈം, പിന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി, റൈസ് ടൈം എന്നുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നോക്കേ, അപ്പൊ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പറയുകയാണ്. നോക്കേ, നമ്മുടെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എന്താണ്? ഇക്വേഷൻ ടോ ഈക്വൽ ടു ആർ സി. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? റൈസ് ടൈം ഇസ്, സോറി, ഫസ്റ്റ് ടൈം ഇസ് ടൈം കോൺസ്റ്റന്റ് ഇസ് ടോ ഈക്വൽ ടു ആർ സി. സെക്കൻഡ് വൺ റൈസ് ടൈം ഇസ് 2.2 ടൈംസ് ആർ സി. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇക്വേഷൻ എന്താണ്? എച്ച് പി എഫിനായാലും എൽ പി എഫിനായാലും സെയിം ഇക്വേഷൻ തന്നെ വരുന്നത്. ഓക്കെ, ലോ പാസ് ഫിൽറ്ററിനും ഹൈ പാസ് ഫിൽറ്ററിനും സെയിം ആണ്. എഫ് സി ഈക്വൽസ് 1/2 ടൈംസ് ആർ സി. ആൻഡ് ഫോർത്ത് ഇക്വേഷൻ ആണ് റൈസ് ടൈം ബാൻഡ് വിത്ത് റിലേഷൻഷിപ്പ്. എന്താണ് നമ്മുടെ റൈസ് ടൈം ബാൻഡ് വിത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ടി ആർ ഈക്വൽ ടു 0.35 ബൈ എഫ് സി, അല്ലെങ്കിൽ എഫ് സി ഈക്വൽ ടു 0.35 ബൈ ടി ആർ എന്ന് പറയാം. ബേസിക്കലി ഇതർ ഇൻവേഴ്സൽ റിലേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദീസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ലെക്ചറിൽ കവർ ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ, നമ്മുടെ അടുത്ത ലെക്ചർ നമ്പർ 3 മോഡ്യൂൾ 1 പാർട്ട് 3 നമ്മൾ എന്ത് ചെയ്യും? We'll be starting with the differentiator and integrator, which is nothing but an extension of high pass filter and low pass filter അല്ലെ. നമ്മൾ കഴിഞ്ഞ ലെക്ചറിലും ഈ ലെക്ചറിലായിട്ട് പഠിച്ച ഹൈ പാസ് ഫിൽറ്ററിന്റെയും ലോ പാസ് ഫിൽറ്ററിന്റെയും ഒരു എക്സ്ട്രാ കണ്ടീഷൻ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഡിഫറൻഷിയേറ്ററും ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇതുവരെയും ഉള്ളത് പഠിച്ച് തീർത്തിട്ടേ നെക്സ്റ്റ് ലെക്ചർ കാണാനിരിക്കാവുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഹൈ പാസിന്റെയും ലോ പാസിന്റെയും ഒരു ആപ്ലിക്കേഷൻ ആണ് ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ. സോ ഇതറിയാമെങ്കിൽ മാത്രമേ നമ്മൾ അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. സോ ഈ 2 ലെക്ചേഴ്സും കവർ ചെയ്തിട്ടേ നെക്സ്റ്റ് ക്ലാസ് കാണാൻ വേണ്ടി ഇരിക്കാവുള്ളൂ. ഓക്കെ, സോ എല്ലാം പഠിച്ചിട്ട് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങളുടെ റിവ്യൂസോ ഒപ്പീനിയൻസോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നേരെ താഴെ കാണുന്ന കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ സ്റ്റുഡന്റ് സപ്പോർട്ട് നമ്പർ ഉണ്ട്, അതും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും, അതിലോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് എനി ഡൗട്ട്സ് ഓൾസോ യു കൻ ഡയറക്ട്ലി കോൺടാക്ട് മീ ഓൾസോ. നമ്മുടെ സ്റ്റുഡന്റ് സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ദേ വിൽ ഡയറക്ട് യു ടു മീ. എന്നോടും ഡയറക്ട്ലി ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഫോർ ദ മോഡ്യൂൾ 1 പാർട്ട് 3. സോ ഓക്കെ, അണ്ടിൽ ദാറ്റ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.